أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ത്വാരിഖിലെ 5, 6, 7, 8 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ. ഫല്യൻദുരിൽ ഇൻസാനു, മനുഷ്യൻ നോക്കട്ടെ. മിമ്മ ഖുലിഖ, അവൻ ഏതൊന്നിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. ഖുലിഖ, അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മിമ്മാഇൻ ദാഫിഖ്, മിമ്മാഇൻ, വെള്ളത്തിൽ നിന്നും, ദാഫിഖ്, തെറിച്ചു വീഴുന്ന. യഖ്റുജു, അത് പുറപ്പെടുന്നു. മിൻ ബൈനി സുൽബി, നട്ടലിനിടയിൽ നിന്നും. വത്തറായിബ്, വാരിയെല്ലുകൾക്കും ഇടയിൽ നിന്നും. ഇന്നഹു അലാ റജഇഹി ലഖാദിർ. ഇന്നഹു, തീർച്ചയായും അവൻ, അലാ റജഇഹി, അവനെ തിരിച്ചു കൊണ്ടുവരുവാനും, ലഖാദിർ, കഴിവുള്ളവനാകുന്നു. നേരത്തെ തുളച്ചു കയറുന്ന രശ്മികളുള്ള ത്വാരിഖിനെ സംബന്ധിച്ച് അതിനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എല്ലാ മനുഷ്യർക്കും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു നിരീക്ഷകൻ അവനൊപ്പമുണ്ട് എന്ന്. പിന്നീട് അല്ലാഹു മനുഷ്യ സൃഷ്ടിപ്പിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ, ഏതൊന്നിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അവൻ നോക്കട്ടെ. ആദ്യം അല്ലാഹു ആ കാര്യം മനുഷ്യൻ്റെ ചിന്തക്ക് വിടാൻ, എന്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. എന്നിട്ട് അല്ലാഹു തന്നെ അത് വ്യക്തമാക്കണം. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ്, തെറിച്ചു വീഴുന്ന ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. യഖ്റുജു, ആ വെള്ളമാകട്ടെ പുറപ്പെടുന്നത് മിൻ ബൈനി സുൽബി വത്തറായിബ്, നട്ടലിനും വാരിയെല്ലുകൾക്കും ഇടയിൽ നിന്നാണ്. അപ്പം നട്ടലിനും വാരിയെല്ലുകൾക്കും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ഈ നട്ടലിൻ്റെ ഇടയിൽ നിന്ന് എന്ന് പറയുന്നത് പുരുഷൻ്റെ അവയവം എന്ന നിലക്കാണെന്നും, തറായിബ് അഥവാ വാരിയെല്ലുകൾ എന്ന് പറയുന്നത് സ്ത്രീയുടെ എന്നുമാണ് വിവക്ഷിക്കപ്പെടുന്നത്. ഏതായാലും മനുഷ്യൻ ഒരു വിലയും കൽപ്പിക്കാത്ത, അഥവാ ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന് അനേകായിരം ബീജങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അവയിൽ ഒന്ന് മാത്രം അണ്ഡവുമായി ചേർന്നുകൊണ്ടാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. അഥവാ മനുഷ്യൻ്റെ ശരീരത്തിൽ ചിതറിക്കിടക്കുന്ന, പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വസ്തുക്കളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധപൂർവമുള്ള ഒരു സൃഷ്ടിപ്പിലൂടെ മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുകയാണ് എന്നർത്ഥം. വളരെ നിസ്സാരമായ ഒന്നിൽ നിന്നും വളരെ ഗൗരവമുള്ള ഒരു സൃഷ്ടിയെ അല്ലാഹു പടച്ചിടുകയാണ്. അതുമാത്രം മതി. മനുഷ്യൻ അങ്ങോട്ടും നോക്കേണ്ടതില്ല, മറ്റൊന്നിലേക്കും നോക്കേണ്ടതില്ല. മനുഷ്യൻ സ്വന്തം സൃഷ്ടിപ്പിലേക്ക്, അവൻ്റെ മക്കളിലേക്ക്, മറ്റ് ജന്തുക്കളിലേക്ക്, അവയുടെ സൃഷ്ടിപ്പിലേക്ക് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇത്രയും ആരോഗ്യമുള്ള, ഇത്രയും മനസ്സുറപ്പുള്ള, ചിന്താശക്തിയുള്ള മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചതാകട്ടെ വളരെ നിസ്സാരമായ ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ് എന്നർത്ഥം. സ്ത്രീയുടെ അണ്ഡവും പുരുഷൻ്റെ ബീജവും ചേർന്ന് ഉണ്ടാകുന്ന ആ സിക്താണ്ഡം, അതും പിന്നീടത് ഭ്രൂണാവസ്ഥയിലും അതുപോലെ തന്നെ മാംസകഷ്ണത്തിലുമൊക്കെ ആയി മാറുന്ന ആ അവസ്ഥകളൊക്കെ ആലോചിച്ച് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ സൃഷ്ടിപ്പ് എന്തുമാത്രം ഉദാരമായ രൂപത്തിലാണ് നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാവുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നഹു അലാ റജഇഹി ലഖാദിർ,
അത് പറയാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇങ്ങനെ ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒക്കെ അവരുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഊറി വരുന്ന വസ്തുക്കളിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അതേ അള്ളാഹു ഇന്നഹു തീർച്ചയായും അവൻ അലാ റജഇഹി അവനെ മടക്കി സൃഷ്ടിക്കാനും ലഖാദിർ കഴിവുള്ളവനാണ്. ആ അള്ളാഹുവിനെ തന്നെ അതേപോലെ മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കാൻ സാധാരണ പറയാറുണ്ട്. മനുഷ്യന് ഈ ചില വിഭാഗത്തിലുള്ള ആളുകളൊക്കെ മനുഷ്യനെ തീ കൊടുക്കാറുണ്ട്. കാരണം കത്തിച്ച് ചാമ്പലാക്കുക, കരിച്ച് കളയുക, ഇനി മനുഷ്യൻ്റെ ഒന്നും ബാക്കിയില്ലാതാവുക. അതേപോലെ തന്നെ ആ മനുഷ്യനെ കടലിലേക്ക് വലിച്ചെറിയാറുണ്ട്. മത്സ്യങ്ങൾ ഭക്ഷിച്ചുകൊള്ളട്ടെ എന്ന രൂപത്തിൽ അങ്ങനെ ആക്കാറുണ്ട്. വലിയ ഭരണികളിലും മറ്റുമൊക്കെയായി ആദിമ മനുഷ്യനെ വലിയ ഭരണിയിലൊക്കെ ആയിട്ട് കുഴിച്ചിടാറുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയും മറ്റൊരു ശക്തിക്കും ഇനി കിട്ടാതിരിക്കട്ടെ എന്ന രൂപത്തിലായിരുന്നു ചെയ്തിരുന്നത്. അതേസമയം ഇന്നഹു ആ നേരത്തെ ഈ രൂപത്തിലുള്ള വസ്തുവിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചെടുത്ത അള്ളാഹു അലാ റജഇഹി ലഖാദിർ അവനെ മടക്കി സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ തന്നെയാണ്. ആ അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ അള്ളാഹു നമ്മളെ മടക്കി സൃഷ്ടിക്കാൻ, നമ്മളുടെ എല്ലാ കഴിവുകളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യാൻ കേൾപ്പുള്ളവനാണ്, കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാധനകൾ വളരെ ഊർജ്ജസ്വലമായി നടത്തുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. പരമാവധി തെറ്റിൽ നിന്ന് അകന്നു നിൽക്കുകയും നന്മ കൂടുതൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നന്നാവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം സഹായിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വാ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.